Jai
തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കേന്ദ്രനായ മേയർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഇടതുപക്ഷ കൗൺസിലർമാർ അദ്ദേഹത്തിന്റെ ക്രൂരമായി മർദ്ദിക്കുകയും കാലിന് പരിക്കേറ്റ് ഇന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഭരണപ്രതിപക്ഷത്തിന്റെ ഒരു ഏണിക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് CPM ഉള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഈ യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി ആദരണീയ ജില്ലാധ്യക്ഷൻ പ്രവൃത്തിയെ ബഹുമാനം കൊടുത്തിരിക്കുന്നു. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ PP മുരളി മാസ്റ്റർ, ശ്രീ ജയകൃഷ്ണ മാസ്റ്റർ, BJPയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങളുടെ മേയറായിട്ടുള്ള ശ്രീ VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥിനെയും ഉൾപ്പെടെയാണ് CPMന്റെ കൗൺസിലർമാരും ചില തെരുവ് ഗുണ്ടകളും ചേർന്ന് കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. BJPക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിയാതിട്ടല്ല, പക്ഷേ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് ആ കോർപ്പറേഷന്റെ മേയറുടെ ചെമ്പലിനകത്തേക്ക് കയറാൻ പാടില്ല എന്ന് വെട്ടൂരമിടക്കാൻ CPMകാര് നിങ്ങൾക്കാരാണ് അധികാരം എന്നത്? നിങ്ങൾ എന്ത് കാരണത്താലാണ് ഞങ്ങളുടെ മേയറെ, തിരുവനന്തപുരത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മേയറെ ആ ചെമ്പലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തത്? ഇതിനു മുമ്പ് ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ, ആര്യാരാജൻ എന്ന് പറയുന്ന ഒരു മേയർ. ഞങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം ഏതെങ്കിലും ഒരു ആഭാസ സമരം BJPയോ യുവമോർച്ചയോ ചെയ്തുവെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഓരോ സമരത്തിനും വിമർശനത്തിനും അതിൻ്റെതായ മര്യാദകളുണ്ട്. ആ മര്യാദകളുടെ എല്ലാ സീമകളും CPM ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങള് എല്ലാ കാലത്തും കയ്യും കെട്ടി CPMകാരാണ് നിങ്ങളുടെ ആഭാസത്തിനൊക്കെ നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. തിരുവനന്തപുരത്തെ CPMന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായി അറിയുന്ന മേയറാണ് ശ്രീ VV രാജേഷ് എന്ന് തിരുവനന്തപുരത്തെ CPMകാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങള് നോവിച്ചു വിട്ടിരിക്കുന്നത് മൂർഖപ്പാമ്പിനെയാണ്. CPMകാര് നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ വെട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആര്യാരാജന്റെ മേയറായിരുന്നപ്പോ തിരുവനന്തപുരത്തെ CPMകാര് തന്നെ പറഞ്ഞത് എല്ലാം കണ്ടുപിടിച്ചവളെന്നാണ്. അവിടെ ഇലക്ഷൻ പ്രചരണത്തിന് പോയപ്പോ തൂക്കി വിളിച്ചവരിൽ CPMകാരുണ്ടായിരുന്നു അല്ലെ? ആര്യയെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി BJPയെ തിരുവനന്തപുരത്തെ ജനങ്ങൾ സ്വീകരിച്ചപ്പോ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്നുൾപ്പെടെ MLAമാരുണ്ടായപ്പോ CPMന് സഹിക്കുന്നില്ല, കടകംപള്ളിക്ക് സഹിക്കുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിക്ക് സഹിക്കുന്നില്ല. CPMന്റെ നേതാക്കന്മാരെ, നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ട് എങ്കിൽ ആ ചൊറിച്ചിലിന്റെ മരുന്ന് വല്ല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് അത് പുരട്ടി വീട്ടിലിരിക്കുന്നതാണ് CPMന്റെ നേതാക്കന്മാർക്ക് നല്ലത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയില്ല. നിങ്ങളുടെ വിരട്ടലും ഈ ഗുണ്ടാപ്പണിയൊന്നും അത് BJPയുടെ നേർക്ക് വേണ്ട. അതൊക്കെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, അവരടുത്ത് ഇറക്കിയാൽ മതി എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങളുമായി വന്നാൽ അതിനെ തെരുവിൽ നേരിടാൻ ഞങ്ങൾ തീരുമാനമെടുത്താൽ ശിവൻകുട്ടിയും കടകംപള്ളിയും എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ഈ റോഡിലിറങ്ങണോ എന്ന് BJP തീരുമാനിക്കും. അത് മറക്കണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ആക്രമിച്ചതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറെ പോലീസുകാരെ കയറുകൾ വെച്ചിരിക്കുകയാണ്. എന്താ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്ന കുറെ പോലീസുകാർ. ആ പോലീസിന്റെ പണി പോലീസ് എടുത്തില്ല എങ്കിൽ
ആഭ്യന്തരമന്ത്രി അത് എടുപ്പിച്ചില്ല എങ്കിൽ ആ പോലീസിന്റെ പണി എടുക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.